ഇന്നത്തെ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഒരു വലിയ സോറി പറയുകയാണ്. കാരണം നമ്മൾ 10 മാസത്തോളമായി ഒരു വീഡിയോയും ചെയ്യാത്തത്. മറ്റൊന്നും കൊണ്ടല്ല, കുറച്ച് ജോലി തിരക്കും അതുപോലെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ കൊണ്ടാണ് ഒന്നും ചെയ്യാതിരുന്നത്. അങ്ങനെ 2 ദിവസം മുമ്പേ ചാനലിലെ വീഡിയോസിൻ്റെ അടിയിലത്തെ കമൻസ് ഒക്കെ ഒന്ന് നോക്കി. അപ്പോഴാണ് നമുക്ക് ആക്ച്വലി ഈ ഒരു 3 വീഡിയോസ് മാത്രം ഇട്ടിട്ടില്ലെങ്കിൽ കൂടി അത് എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, അതുപോലെ നിങ്ങൾ എത്രത്തോളം സ്വീകരിച്ചെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് ആ ഒരു കമൻസ് വായിച്ചത്. എസ്പെഷ്യലി എടുത്ത് പറയാനുള്ള ഈ ഒരു കമൻറ്റാണ്. സത്യം പറഞ്ഞ് ഈ ഒരു കമൻറ്റും കൂടെ കണ്ടപ്പോഴത്തേക്കാണ് അത്യാവശ്യം റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു എനർജി കിട്ടിയത്. അട്ടപ്പാടിക്കാരി 7489 എന്ന് പറയുന്ന ഒരു കൊച്ചു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിനി. അപ്പം ആ കുട്ടിക്ക് ഞാൻ കുറേ സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. കാരണം റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു എനർജി ഈ ഒരു കമൻറ്റിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. തുടർന്ന് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ കമൻസായി ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഡൗട്ട്സ് സോഷ്യൽ വർക്ക് ഫീൽഡിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട്. ആ പേജിലൂടെ നിങ്ങൾക്ക് DM ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കാം. നമുക്കൊരു Q&A സെഷൻ കണ്ടക്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ FM 22.1 ആൻഡ് ഇറ്റ്സ് മീ AR. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കൂടാതെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മൾ സോഷ്യൽ വർക്കേഴ്സിന് നമുക്കറിയാം എല്ലാ സെമസ്റ്ററിലും ഫീൽഡ് വർക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഫീൽഡ് വർക്കിന് പോകുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫീൽഡ് വർക്കിലെ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ്. അതുപോലെ അതായത് ഫോട്ടോ എടുക്കുക, നമ്മൾ അവിടെ കാണുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക, എഴുതി വെക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ഫീൽഡ് വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും അന്നത്തെ ദിവസം എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ ഡേ വൈസ് റിപ്പോർട്ടായിട്ട് നമ്മൾ എഴുതണം. അത് ഇപ്പം നമുക്കൊരു 30 ദിവസത്തേക്കാണ് നമ്മൾ ഫീൽഡിന് പോകുന്നതെന്ന് വിചാരിക്കും. ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്ത് 30 ദിവസം നമ്മൾ അവരുടെ ആ NGOയുടെ പാർട്ടായി അല്ലെങ്കിൽ നമ്മൾ പോകുന്നിടത്ത് എവിടെയാണോ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടായി നമ്മൾ വർക്ക് ചെയ്യണം. അപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ദിവസത്തെ കാര്യങ്ങൾ ഡേ വൈസ് റിപ്പോർട്ടിംഗ് ചെയ്യണം. ഇത് നമ്മൾ എഴുതിയിട്ട് നമ്മൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കേണ്ടി വരും. നമുക്ക് നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടീച്ചർ ഉണ്ടാകും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ. അതായത് നമ്മൾ പഠിക്കുന്ന കോളേജിൽ ടീച്ചർക്ക് നമ്മളിത് ഡെയിലി റിപ്പോർട്ട് അയക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഡേ വൈസ് റിപ്പോർട്ട് എങ്ങനെ എഴുതാനാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. ആൻഡ് നമ്മൾ ഈ 30 ദിവസം ഫീൽഡ് വർക്ക് എല്ലാ ദിവസവും 30 ഡേ വൈസ് ഫീൽഡ് റിപ്പോർട്ട് എഴുതി നമ്മൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പം ചില കോളേജുകളിൽ ഡേ വൈസ് റിപ്പോർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് വാട്സപ്പ് വഴി ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതിയാകും ഇന്ന ദിവസം എന്ത് ചെയ്തു എന്നുള്ളത്. പക്ഷേ ചില കോളേജുകളിൽ ഡേ വൈസ് റിപ്പോർട്ട് കൃത്യമായിട്ട് ഇതുപോലെ ഡോക്യുമെൻ്റ് ആക്കി അയച്ച്, അതായത് വേർഡ് ഡോക്യുമെൻറ്റ് വേർഡ് ഫയലാക്കി അയച്ച് നമ്മൾ കൊടുക്കേണ്ടി വരും. ചില സ്ഥലത്ത് ഇതില്ല എന്ന് പറഞ്ഞു. വാട്സപ്പിലൂടെ ജസ്റ്റ് നമ്മൾ എന്താണോ ചെയ്തത് അത് നമ്മളെ ഫെസിലിറ്റേറ്റർ ആരാണോ അവർക്ക് അയച്ചു കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചു വരില്ലേ, തിരിച്ചു വന്ന് കോളേജിൽ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് 30 ദിവസം ചെയ്തത് ഒറ്റ സ്ട്രെച്ചിൽ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ അതിന് റിപ്പോർട്ട് ബുക്കും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. ഞാൻ അങ്ങനെ അല്ലാതെ ഡേ വൈസ് റിപ്പോർട്ടിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. അപ്പം എൻ്റെ ഏതോ ഒരു സെമ്മിൽ ഞാൻ റിപ്പോർട്ട് ഫീൽഡ് വർക്ക് ചെയ്തിട്ടുണ്ടായത് ഹരിത കേരള മിഷനിലാണ് കണ്ണൂർ. അപ്പം അവിടെ ഉള്ള ഒരു 8ാമത്തെ ദിവസത്തിൻ്റെ റിപ്പോർട്ടാണ് ഇന്ന് ഇത് എഴുതി കയ്യിൽ വെച്ചിരിക്കുന്നത്. എവിടുന്നോ തപ്പിപ്പിടിച്ചുകൊണ്ടുതന്നെയാണ്. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. ജസ്റ്റ് ഹെഡിങ് കൊടുത്തു, ഡേ 8 എഴുതി, ആ ഡേ എഴുതി. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സ്പെസിഫിക് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ആ ദിവസത്തെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ എഴുതി കൊടുക്കാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എൻ്റെ 8ാമത്തെ ദിവസം ഉണ്ടായിരുന്നത് ടു അറ്റൻഡ് ദ മാപ്പത്തോൺ ഓറിയൻറ്റേഷൻ ക്ലാസ് പ്രൊവൈഡഡ് ടു ദ ചൂസൺ ഇന്റേൺഷിപ്പ് സ്റ്റുഡൻസ്. ഞാൻ പറഞ്ഞ പോലെ ഹരിത കേരള മിഷൻ്റെ ഒരു മാപ്പത്തോൺ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു അവർക്ക്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ എത്ര അരുവികളുണ്ട് അതൊക്കെ ഒരു ട്രാക്കർ വെച്ച് ഇന്റേൺഷിപ്പ് സ്റ്റുഡൻസിനെ ഹയർ ചെയ്യും. അവരെ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യിപ്പിച്ചിട്ട് ആ ട്രാക്കർ വെച്ച് നമ്മൾ ഈ ഒരു അരുവി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു A എന്ന് പറയുന്ന ഒരു പോയിന്റിലാണെങ്കിൽ അത് ആ ട്രാക്കർ ഓണാക്കി ആ അരുവി ഒഴുകുന്നതിൻ്റെ അതേ ലൊക്കേഷനിൽ നമ്മൾ ഒഴുകി നടന്ന് പോവുക. ലാസ്റ്റ് എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് അവിടെ വരെയൊക്കെ. അപ്പോൾ ആ ഒരു ട്രാക്കിംഗ് സാധനം വെച്ചിട്ട് ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് ഈ ഡാറ്റയും കാര്യങ്ങളൊക്കെ കയറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്റേൺഷിപ്പിന് കുറേ കുട്ടികൾ വന്നിട്ടുണ്ട്. അവരെ ചൂസ് ചെയ്ത് കുറേ എക്സാമും കാര്യങ്ങളും ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് അവരെ ചൂസ് ചെയ്ത് അപ്പോൾ അവർക്കുള്ള ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യലായിരുന്നു നമുക്ക് അന്ന് ഉണ്ടായിരുന്ന ഡ്യൂട്ടി. പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല, ഫീൽഡിലൊന്നും പോകാനുണ്ടായില്ല. അപ്പം ആ ദിവസത്തെ റിപ്പോർട്ടാണിത്. അപ്പം നമ്മൾ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് എഴുതി, അതിനുശേഷം വർക്ക് ഡൺ എന്ന് പറയുന്ന ഒരു ഹെഡിങ് ഒരു ടൈറ്റിലാണ് നമുക്ക് വരിക. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ ഏത് ഫീൽഡ് വർക്കിൻ്റെ ആ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതിലാണെങ്കിൽ മാപ്പത്തോൺ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്തു. അതുപോലെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്റേൺഷിപ്പ് സ്റ്റുഡൻസിലെ അവർക്കുള്ള ക്ലാസ് ആയിരുന്നു അത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ ആൾക്കാർ സംസാരിച്ച ആൾക്കാരുടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് വായിക്കാം. ട്രെയിനി അറ്റൻഡഡ് ദ ഓറിയൻറ്റേഷൻ ക്ലാസ് ഓൺ മാപ്പത്തോൺ. ഇറ്റ് വാസ് ഗിവൺ ടു ദ സെലക്ടഡ് ഇന്റേൺഷിപ്പ് സ്റ്റുഡൻസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ കണ്ണൂർ ഡിസ്ട്രിക്ട്. They were selected through interviews with the prime purpose of tracing streams of the district and completing it before April 2023. അപ്പോൾ അവർക്കുള്ള ഒരു ടാഗ് ലൈൻ ഡെഡ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ April 2023 ആകുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അടുത്തത് ഹരിത കേരള മിഷൻ സ്റ്റേറ്റ് അസിസ്റ്റന്റ് കോർഡിനേറ്റർ മിസ്റ്റർ അബ്രഹാം കോശി ഇന്ററാക്റ്റഡ് വിത്ത് ദ ഇന്റേൺസ് ത്രൂ ഗൂഗിൾ മീറ്റ്. In the meeting, interns were introduced to Open Street Map websites and OSM tracker application. അപ്പം ഇവർ ഈ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാൻ വന്നവർ ഏതൊക്കെ സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻസും വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇവരെ ഏൽപ്പിച്ച് ഈ ഒരു പണി സ്ട്രീം, അതായത് അരുവികൾ ട്രാക്ക് ചെയ്യാൻ ഇവർക്ക് കൊടുത്തിട്ടുള്ള 2 ആപ്ലിക്കേഷൻ ആയിരുന്നു. അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമായിരുന്നു. അപ്പോൾ അവർക്ക് ഡൗൺലോഡ് ചെയ്ത് അവിടെ തന്നെ ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ മിസ്റ്റർ TP സുധാകരൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഓഫ് നവകേരളം കർമ്മപദ്ധതി ഡെലിവേർഡ് ഫെലിസിറ്റേഷൻ. അപ്പം ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുള്ളൂ, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ വർക്ക് ഡൺ എന്ന് പറയുന്ന ഹെഡിങ് കഴിഞ്ഞ പാട് നമ്മൾ ചെയ്യേണ്ടത് ഒബ്സർവേഷൻ ആണ്. അതായത് അന്നേ ദിവസം
നമുക്ക് ഫീൽഡിൽ നിന്നും എന്തൊക്കെ ഒബ്സർവേഷൻസ് കിട്ടി. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സോഷ്യൽ വർക്കേഴ്സിന് ഒബ്സർവേഷൻസും ലേണിങ്സും. അതായത് നമ്മൾ ഫീൽഡിൽ നിന്ന് കണ്ട് പഠിക്കുന്ന കണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഒബ്സർവേഷൻസ് എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് 2 ഒബ്സർവേഷൻസ് ആണ്. ദ സ്റ്റാഫ് ഓഫ് ഹരിത കേരള മിഷൻ വാസ് വെരി കോപ്പറേറ്റീവ്. അതായത് നമ്മൾ കണ്ട് മനസ്സിലാക്കിയ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിത കേരള മിഷനിലെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. അവർക്ക് സ്റ്റുഡൻസിനായാലും അവരുടെ സ്റ്റാഫുകൾക്കിടയിലായാലും എല്ലാ കാര്യങ്ങളും അവർ ഏറ്റെടുത്ത ടാസ്ക് നല്ല രീതിയിൽ അവർ ടീം വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ എഴുതി കൊടുത്തു. അതുപോലെ തന്നെ ഓഫീസ് ലാക്സ് ഗുഡ് ടെക്നോളജി ലൈക്ക് സ്പീക്കേഴ്സ്, ലാപ്ടോപ്സ് എക്സെട്ര. അവിടെ ഉള്ള ഒരു ഡ്രോബാക്ക്, ഒരു ലിമിറ്റേഷൻ ആയിരുന്നു കാര്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും. ഇതുപോലെ ബേസിക് ആയിട്ടുള്ള ഒരു സ്പീക്കറോ ലാപ്ടോപ്സോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അതിനെ തുടർന്ന് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ആ ഇന്റേൺഷിപ്പിൻ്റെ ട്രെയിനിങ്ങിന് അവർ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ എൻ്റെ ടീച്ചർ ഞാൻ ഈ ഒരു സാധനം സബ്മിറ്റ് ചെയ്ത സമയത്ത് ഒരു സജഷൻ പോലെ എഴുതി വെച്ചേക്കാണ്. അതായത് ഓഫീസിൽ ഇങ്ങനെയുള്ള ടെക്നോളജി ലാക്ക് ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സജഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് സ്റ്റുഡൻറ്റ് ട്രെയിനി എന്ന നിലയ്ക്ക് നിങ്ങൾ ഹരിത കേരള മിഷനിലെ സ്റ്റാഫിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നോ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് മിസ് എന്നോടിട്ട് ചോദിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ കമൻസ് ഒക്കെ നമ്മൾ ടീച്ചേഴ്സ് എഴുതും റിപ്പോർട്ട് കൊടുക്കുമ്പോൾ സൈഡിലായിട്ട്. അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒബ്സർവേഷൻസ് എഴുതി വെക്കുന്നതിൻ്റെ ഒപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും സജഷൻസ് ജസ്റ്റ് നമ്മൾ ഒബ്സർവേഷൻ കണ്ടു വരികയല്ല, കണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും സജഷൻസും കൂടെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കൊടുക്കാം. അടുത്തത് നമ്മൾ ആദ്യം പറഞ്ഞു സ്പെസിഫിക് ഒബ്ജക്റ്റീവ് വേണം, അതിനുശേഷം വർക്ക് ഡൺ കൃത്യമായി കൊടുക്കുക, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു. ഒബ്സർവേഷൻസ് പറഞ്ഞാൽ കണ്ട് മനസ്സിലാക്കുന്ന ഫീൽഡിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കണ്ട് മനസ്സിലാക്കി എന്നുള്ളതാണ് ഒബ്സർവേഷൻ. ആൻഡ് ഈ ഒബ്സർവേഷൻസ് നിന്നും നമുക്ക് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് എഴുതാം. ഇപ്പം ഇതിൽ നിന്ന് ഈ ഞാൻ വായിച്ച 2 ഒബ്സർവേഷൻ നമുക്കൊന്നും പഠിക്കാനൊന്നുമില്ല പ്രത്യേകിച്ച്. അതല്ലാതെ നമ്മൾ ആ ദിവസം നമുക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ലേണിങ്സിൻ്റെ കാര്യത്തിൽ എഴുതേണ്ടത്. അപ്പം നമുക്കില്ലാത്തൊരു സ്കില്ല് വേണമെങ്കിൽ നമ്മൾ അന്നേ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ഒട്ടും ഡോക്യുമെൻറ്റേഷൻ ചെയ്യാൻ അറിയാത്ത ഒരു കുട്ടീനെ ചിലപ്പോൾ അന്നത്തെ പ്രോഗ്രാമിൻ്റെ എന്തെങ്കിലും ഇവർ ഇൻറ്റേൺഷിപ്പ് പോയെടുത്ത് എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുന്നു, അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഏൽപ്പിച്ചു, അതായത് റിപ്പോർട്ട് ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ ആ ഒരു NGO ഏൽപ്പിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടിക്ക് എന്തായിരിക്കും അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ സ്കില്ല് കൂടിയിട്ടുണ്ടാവും. ഫോട്ടോ എടുക്കുന്നതായാലും എഴുതുന്നതായാലും റിപ്പോർട്ടിംഗ് സ്കിൽസ് എല്ലാം കൂടിയിട്ടുണ്ട്. അപ്പം സ്കില്ല് കൂടി. അപ്പോൾ നമുക്ക് അന്നേ ദിവസം ലേണിങ്സിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ട്രെയിനീസ് ഡോക്യുമെൻറ്റേഷൻ ഓർ റിപ്പോർട്ടിംഗ് സ്കിൽസ് ഹാവ് ബീൻ എൻഹാൻസ്ഡ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എഴുതി കൊടുക്കാം. അപ്പോൾ നമുക്കുള്ള സ്കിൽസ് എന്തെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലേണിങ്സിൻ്റെ കൂടെ ഉൾപ്പെടുത്താം. അപ്പം ഇന്നേ ദിവസം നമുക്ക് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേൺഡ് അബൌട്ട് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിംഗ് OSM ആപ്ലിക്കേഷൻ. അതായത് ആ മാപ്പത്തോൺ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള 2 ആപ്ലിക്കേഷനാണ്. അപ്പം നമ്മൾ അവിടെ ട്രെയിനിങ്ങിന് പോയതുകൊണ്ടാണ് നമ്മളത് പഠിച്ചതല്ലേ, നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉള്ള കാര്യം നമുക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പം ആ ഒരു സാധനം നമുക്ക് പുതിയ അറിവായിരുന്നു, നമ്മൾ പഠിച്ചൊരു കാര്യമാണ് അന്ന് ഫീൽഡിൽ പോയിട്ട്. അപ്പോൾ അത് എഴുതി. അതുപോലെ മാപ്പത്തോൺ എന്ന് പറയുന്ന പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒബ്സർവേഷൻ ലേണിംഗും കഴിഞ്ഞാൽ അടുത്തത് ലിമിറ്റേഷൻസ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് ആണ് വരിക. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലിമിറ്റേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കന്ന് പ്രത്യേകിച്ച് അറിയാലോ, ഒരു റൂമിൽ ഒരു ട്രെയിനിങ്ങിൽ ഇരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ലിമിറ്റേഷൻസ് കൃത്യമായിട്ട് ഒരു ഫുഡ് കൊണ്ട് തരും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫീൽഡിലാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടാവാം, പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടെ തൽക്കാലം നമ്മൾ ഒന്നും അന്നേ ദിവസം നമുക്ക് ലിമിറ്റേഷൻസ് ഇല്ല, നോ ലിമിറ്റേഷൻസ് കൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. കൺക്ലൂഷൻ ആണ് ലാസ്റ്റ് പോർഷൻ. അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അന്നത്തെ കാര്യങ്ങളൊന്ന് ചുരുക്കി സമറി പോലെ എഴുതി കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ഒരു ബേസിക് ആയിട്ട് ഒരു ഡേ വൈസ് ഫീൽഡ് വർക്ക് റിപ്പോർട്ടിൽ വേണ്ട കാര്യം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം കൂടെ പറയുകയാണ്, നമ്മളിപ്പം കാണിച്ചത് ഞാൻ പഠിച്ച കോളേജിൽ ഏത് ഫോർമാറ്റാണോ ഫോളോ ചെയ്തത് അതാണ്. ആൻഡ് നമുക്കറിയുന്ന പോലെ തന്നെ ഓരോ കോളേജുകളും അവരുടേതായിട്ടുള്ള ഫോർമാറ്റായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ എന്ന രീതിയിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോനെ കാണുക. അപ്പോൾ ഈ ഒരു എന്തായാലും എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ സ്ഥലത്തും ഈ ഒരു ബേസിക് സാധനങ്ങൾ എന്തായാലും വേണം. ഒബ്സർവേഷൻ ലേണിംഗ് മസ്റ്റാണ്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് അതിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താണ് ഹെഡിങ് എഴുതി, ആ ഡേ ഏത് ഡേ ആണോ അതിൻ്റെ ഡേറ്റ് ഒക്കെ ഇട്ടിട്ട് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്, ആ ദിവസത്തെ മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തതെന്നുള്ളത് സ്പെസിഫിക് ഒബ്ജക്റ്റീവ് കൊടുക്കുക. പിന്നെ വർക്ക് ഡൺ ആണ് ഹെഡിങ് വരുന്നത്, അതിൽ അന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാം. ആൻഡ് നമ്മൾ അടുത്തത് ഒബ്സർവേഷൻസ്, എന്തൊക്കെ ഒബ്സർവേഷൻസ് നമ്മൾ കണ്ട് മനസ്സിലാക്കിയ ഒബ്സർവേഷൻസ് എന്തൊക്കെയാണ്, ആൻഡ് അതിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ലേണിങ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. നമുക്ക് അന്ന് ലേൺ ചെയ്ത കാര്യങ്ങളാണ് അന്ന് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ചിലപ്പം നമ്മളിത് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിംഗ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഈ ചില കാര്യങ്ങൾ നമുക്കിപ്പം അറിവായിട്ട് ലഭിക്കും. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്കറിയില്ല, ചിലപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. മാപ്പത്തോൺ ഒരു എക്സാമ്പിൾ പറയുകയാണ്, മാപ്പത്തോൺ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഐഡിയ പ്രപ്പോസ് ചെയ്തത് ഇന്ന ആളാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അത് നമുക്ക് സത്യം പറഞ്ഞാൽ അതൊരാളുടെ വ്യക്തിയുടെ പേരായിരിക്കും. അപ്പോൾ അതെന്ന് വെച്ചാൽ നോളജാണ്, നമ്മൾ അക്വയർ ചെയ്ത നോളജാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ നോളജ് അങ്ങനെ പഠിക്കുന്ന കാര്യങ്ങൾ, നോളജ് അക്വയർ ചെയ്യുന്നത് എഴുതേണ്ട സ്പോട്ടല്ല ലേണിങ്സ്. നമ്മൾ ലേണിങ്സിൽ നമുക്ക് കിട്ടിയ നോളജ് നമ്മൾ ഒരിക്കലും എഴുതില്ല. ഇതുമാതിരിയില്ലേ മീൻസ് നമുക്ക് പിന്നീടും റിഫ്ലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പം ഓപ്പൺ സ്ട്രീറ്റ് മാപ്പിംഗ് OS നമ്മൾ ഒരു ആപ്ലിക്കേഷൻ അല്ല പഠിച്ചെടുത്തത്, ഇപ്പം അത് നമുക്ക് എഴുതാം. നേരെ മറിച്ച് നമ്മളൊരു അറിവ് നേടുന്ന കാര്യങ്ങൾ നമ്മൾ ലേണിങ്സിൽ എഴുതരുത്, അത് വേണ്ട. അതുപോലെ സ്കിൽ അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേണിങ്സിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഒബ്സർവേഷൻ ലേണിംഗ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിമിറ്റേഷൻസ് എഴുതും. അതുപോലെ തന്നെ കൺക്ലൂഷൻസും കൂടി എഴുതിയിട്ടാണ് നമ്മൾ ഡേ വൈസ് റിപ്പോർട്ടിൻ്റെ അവസാനിപ്പിക്കുക.
സോഷ്യൽ വർക്ക് ഫീൽഡിനെ കുറിച്ചും സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചും ഒപ്പം തന്നെ സെൽഫ് കെയർ ടിപ്സ് അറിയാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റിലൂടെ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കാം. ഒപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അതിനുശേഷം യൂട്യൂബ് ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ വായിക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ AR ആൻഡ് യു ആർ വാച്ചിങ് സോഷ്യൽ FM 22.1.